പള്ളിപ്പുറം കടവിൽ മഹാലക്ഷ്മി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറി ക്ഷേത്രതന്ത്രി മോനാട്ടില്ലത്ത കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് കർമ്മങ്ങൾ നടന്നത്. പള്ളിപ്പുറം കടവിൽ മഹാലക്ഷ്മി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി രാത്രി 7:30 ക്ഷേത്രം തന്ത്രി മോനാട്ടില്ലത്ത കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് നടന്നു. കൊടിയേറ്റ് സദ്യ, തുടർന്ന് 8-ന് ഭജൻസ് എന്നിവ നടന്നു. വലിയ വിളക്ക് മഹോത്സവ ദിനമായ 9-ന് രാവിലെ ശ്രീബലി, ഉച്ചയ്ക്ക് 1-ന് അന്നദാനം, വൈകിട്ട് 4:30-ന് കാഴ്ച ശ്രീബലി, മേജർ സെറ്റ് പഞ്ചാരിമേളം സേവ, രാത്രി 10:30-ന് വിളക്കിനെഴുന്നള്ളിപ്പ്, തുടർന്ന് വലിയ കാണിക്ക, വെടിക്കെട്ട് സേവ എന്നിവ നടക്കും. ആറാട്ടുത്സവമായ 10-ന് രാവിലെ 9-ന് ശ്രീബലി, വൈകിട്ട് 6:30-ന് കൊടിയിറക്ക, ആറാട്ട് പുറപ്പെടൽ, രാത്രി 8-ന് ആറാട്ട്, 9-ന് ആറാട്ട് എഴുന്നള്ളിപ്പ്, പ്രത്യേക പാണ്ഡ്യമേളത്തോടുകൂടി ഉത്സവം സമാപിക്കുമെന്ന് ദേവസ്വം മാനേജർ ഡോക്ടർ എ ജയൻ, കരയോഗം സെക്രട്ടറി പി കെ അഭിലാഷ്, കമ്മിറ്റി അംഗം ഉത്തമകുമാർ എന്നിവർ പറഞ്ഞു. മോനാട്ടുപനയ്ക്കൽ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന താന്ത്രിക കർമ്മങ്ങൾ എല്ലാ ചിട്ടവട്ടങ്ങളോടും അനുസരിച്ച് തന്നെ ദൈവീകവും ആത്മീയവുമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ക്ഷേത്രാചാരങ്ങളാണ് കടവിൽ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ നടക്കുന്നത്. തുടർന്ന് 8-ാം തീയതി ഞായറാഴ്ച ഒന്നാം ഉത്സവവും, 9-ാം തീയതി തിങ്കളാഴ്ച വലിയ വിളക്കും, 10-ാം തീയതി ആറാട്ടോടുകൂടി ഉത്സവം പര്യവസാനിക്കും. ഈ ദിവസങ്ങളിലെല്ലാം തന്നെ വളരെ വിപുലമായ രീതിയിലുള്ള അന്നദാനവും പ്രഭാത ഭക്ഷണവും നാരായണീയ പാരായണവും അതുപോലെ തന്നെ ഭാഗവത പാരായണവും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വിവിധ ക്ഷേത്രകലകളും ഈ ക്ഷേത്രത്തിൽ ഈ ദിവസങ്ങൾ 8 ദിവസവും നിറഞ്ഞ് നിൽക്കുന്ന സദസ്സിൽ നടക്കും. ആനകൾ പ്രധാനമായിട്ടും കേരളത്തിലെ പ്രധാന കൊമ്പന്മാരായിട്ടുള്ള 5 ആനകളാണ് ദേവിക്ക് തിടമ്പേകാനായിട്ട് 9-ാം തീയതി വലിയ വിളക്കിന് എത്തുന്നത്. അതിൽ പ്രധാനമായിട്ടും കുന്നത്തൂർ രാമു, മുണ്ടയ്ക്കൽ ശിവനന്ദൻ, ഗുരുജി ശിവനാരായണൻ, കാളിയാർമഠം ശേഖരൻ, മയ്യനാട് അരുണിമ പാർത്ഥസാരഥി ഉൾപ്പെടെയുള്ള ഗജവീരന്മാർ ക്ഷേത്രത്തിൽ അണിനിരക്കുന്നുണ്ട്.